വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മഠങ്ങൾ കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാണ്. അന്ന് അമൃതാനന്ദമയിയെയാണ് ഉദ്ദേശിച്ചത്. ഇന്ന് അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൽ പ്രതിനിധീനെ അയക്കുകയാണ് മന്ത്രി ചെറിയാൻ. ചെല്ലുന്നു, ഗവൺമെൻറ്റിൻ്റെ മൊമെൻ്റ് കൊടുക്കുന്നു, ചുംബിക്കുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും അമൃതാനന്ദമയി അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ വിളിക്കാറുണ്ട്, ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത്രയും കാലം പങ്കെടുക്കാതിരുന്ന CPM ഇലക്ഷന് തൊട്ടുമുമ്പുള്ള ജന്മദിനത്തിൽ പങ്കെടുക്കാനും ആശംസ അർപ്പിക്കാനും നിൽക്കുന്നതും വോട്ട് കണക്കാക്കി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കപടഭക്തി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരാമെന്ന് CPM കരുതണ്ട. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 10 വോട്ട് നഷ്ടപ്പെട്ടാൽ 20 വോട്ട് മറുഭാഗത്ത് ഇങ്ങോട്ട് വരാനുണ്ട്. കാരണം CPMലെ യഥാർത്ഥ CPMനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ഇവിടെ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അവരുടെ വലിയൊരു ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും വോട്ട് അല്പം വോട്ട് മാറിപ്പോയാലും അതിൻ്റെ ഇരട്ടി വോട്ട് ലഭിക്കും. അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ UDF ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.